السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലെല്ലാവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ, നല്ല വിദ്യാർത്ഥിനികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും കുടിയും തീറ്റൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങൾ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് നോക്കിയിരുന്നോ? ഖബർസ്ഥാനിൽ സലാം പറഞ്ഞാലാവരുത്, എന്തെങ്കിലും മറുപടി വരാം. പ്രോഗ്രാമിൻ്റെ നോട്ടീസ് നോക്കിയിരുന്നോ? അതിലിപ്പോൾ ഞാൻ സംസാരിക്കേണ്ട വിഷയം എന്താണ്? അല്ലേ? ആർക്കും അറിയില്ല. ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിട്ടൊരു പേര് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു വിഷയം കൊടുത്തിട്ടുണ്ടല്ലോ. എവിടത്തേക്ക് വരാൻ? ഖുർആനിലേക്ക് വരൂ. എന്നിട്ട് നിങ്ങൾ വന്നോ? നിങ്ങൾ കൊണ്ടല്ലാണ് എൻ്റെ പണി. അതെൻ്റെ പണിയല്ല, അള്ളാൻ്റെ പണിയാണ്. അതിലേക്കുള്ള വഴി ഇൻഷാ അല്ലാഹ് ഏതാനും ചുരുങ്ങിയ സമയം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്തിനാണ് നമ്മൾ ഖുർആനിലേക്ക് വരുന്നത്? എന്തിനാണ്? നമുക്കിവിടെ കുറേ പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ? ആണോ? അല്ല. അല്ലെങ്കിൽ നമ്മളൊരു കലക്ടറോ മേയറോ ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ഖുർആനിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിന് ശേഷം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്ലേ? മരണത്തോടെല്ലാം അവസാനിക്കോ? ഒരിക്കലുമില്ല. മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതം നമുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം എത്ര ഘട്ടങ്ങളുണ്ട്? മരണത്തിന് ശേഷം നമ്മൾ നേരെ ഒന്നെങ്കിലും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവുകയല്ലോ ചെയ്യുക. മരണത്തിന് ശേഷം ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ? മരിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഖബറിലേക്കാണ്. അതൊരു ലോകമാണ്. ആ ലോകത്തിൻ്റെ പേരെന്താണ്? ബർസഖ് എന്നാണ്. ആ ബർസഖ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലം മാത്രമുള്ള 6 അടി മണ്ണല്ല. അതൊരു വലിയ ലോകമാണ്. അവിടെ ഒരുപാട് ശിക്ഷകളുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെയുള്ള വലിയൊരു ലോകമാണ് ബർസഖ് എന്ന് പറയുന്നത്. ആ ബർസഖ് എത്ര കാലം നീളും? പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. യസ്അലൂനക അനിസാഅതി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖതിഹാ ഇല്ലാ. എപ്പോഴാണ് ബർസഖിന്റെ ജീവിതം തീരുക? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഊതുന്ന സമയം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വട്ടം സൂറിൽ ഊതും? ഒരു വട്ടോ? 2 വട്ടം. ഒന്നാമത്തെ വട്ടം ഊതുമ്പോൾ എന്താ സംഭവിക്കുക? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും. ഭൂമിക്ക് മുകളിലുള്ള എല്ലാവരും ഖബറിന്റെ ഉള്ളിലേക്ക് എത്തും. അവിടെ ഒരു ഘട്ടം ആരംഭിക്കുക. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ഖബറിലല്ലേ? ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എത്ര കാലായി? 1.5 സഹസ്രാബ്ദമായി, 1400 കൊല്ലത്തിലധികമായി. ആദം നബി ഇന്നും ഖബറിലല്ലേ? നൂഹ് നബി ഇന്നും ഖബറിലാണ്. ലൂത്ത് നബി ഇന്നും ഖബറിലാണ്. ഇബ്രാഹിം നബി ഇന്നും ഖബറിലാണ്. മൂസാ നബി ഇന്നും ഖബറിലാണ്. ഈസാ നബി ഇന്നും ഖബറിലാണ്. എല്ലാവരും ഖബറിലാണ്. എത്ര കാലം? നമ്മൾ ഈ ലോകത്ത് എത്ര കൊല്ലം ആകെ ജീവിക്കുക? 70, 80, ഇനി കൂടിപ്പോയാൽ 120 കൊല്ലം. പക്ഷെ ഖബറിൽ എത്ര കാലം നമ്മൾ കിടക്കേണ്ടി വരും? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2ാമത്തെ തവണ സൂറിൽ ഊതാൻ പറയുന്ന എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം നമ്മുടെ ഖബറിൽ കിടന്നേ പറ്റുള്ളൂ. അത്രയും കാലം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചത് ശിക്ഷയാണെങ്കിൽ ശിക്ഷ,
രക്ഷയാണെങ്കിൽ രക്ഷ. ഇത് രണ്ടും അനുഭവിച്ചേ പറ്റുള്ളൂ. വലിയൊരു നീണ്ട കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? ഖബർ ജീവിതത്തിന് ശേഷം എന്താണ്? അടുത്ത ഘട്ടം ഏതാണ്? സൂറത്ത് യാസീനിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ സൂറിൽ ഊതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം രണ്ടാമത്തെ തവണ ഊതുന്ന സമയം ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി ഖബറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹശറിന്റെ മൈതാനിയിലേക്ക് പോകുന്ന വല്ലാത്തൊരവസ്ഥ. എല്ലാവരും ഉണ്ടാവും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇനി നമ്മുടെ മരണശേഷം നമുക്ക് ജനിക്കാനിരിക്കുന്ന മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഈ ലോകത്തെ ഇന്ന് വരെ ജനിച്ചതും മരിച്ചതുമായ ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് അങ്ങനെ കൂട്ടമായി പലായനം ചെയ്യുന്ന അവരവസ്ഥ കൊണ്ട് ആലോചിച്ച്. അതാണ് മഹ്ശറ, അതാണ് ഹശറിന്റെ മൈതാനി. അത് കഴിഞ്ഞാലുള്ള ഘട്ടം ഏതാണ്? അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മുടെ ഓരോരുത്തരുടെയും നന്മകളും തിന്മകളും എടുക്കും. എന്നിട്ട് ആ നന്മയും തിന്മയും രണ്ട് തുലാസിൽ വെക്കും. ഫഅമ്മാ മൻ തഖുലത് മവാസിനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസിനുഹു ഫഉമ്മുഹു ഹാവിയ. അവിടെ നമ്മുടെ നന്മയാണ് കനം തൂങ്ങുന്നത്. എൻ്റെ നിസ്കാരം, എൻ്റെ വിശ്വാസം, എൻ്റെ സൽക്കർമ്മങ്ങൾ, എൻ്റെ സൽസ്വഭാവം, എൻ്റെ അദ്കാറുകൾ, എൻ്റെ തിലാവത്ത്, എൻ്റെ പരോപകാരങ്ങൾ, എൻ്റെ നന്മകൾ, ഇതൊക്കെയാണ് ഭാരം തൂങ്ങുന്നതെങ്കിൽ ഫഹുവ ഫീ ഐശത്തിർ റാദിയ, സംതൃപ്തമായ ഒരു ജീവിതത്തിലേക്ക് അല്ലാഹു നമ്മെ പറിച്ചു നടും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസിനുഹു ഫഉമ്മുഹു ഹാവിയ. അവിടെ പുതിയൊരു ഘട്ടത്തിന്റെ ആരംഭമാണ്. നല്ല മനുഷ്യർ സ്വർഗത്തിലേക്കും വൃത്തികെട്ടവർ നരകത്തിലേക്കും പോകുന്ന പുതിയൊരു ഘട്ടത്തിന്റെ ആരംഭം. ഈ ഘട്ടത്തിന്റെ അവസാനം എപ്പോഴാണ്? ഈ ഘട്ടത്തിന് ഒരു അവസാനമില്ല. ഈ ഘട്ടത്തിന് ഒരവസാനമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ ജീവിതം നമ്മൾ അനുഭവിച്ചതിൽ രണ്ടാമത്തെ ഏറ്റവും ചെറിയ ഘട്ടമാണ് ഈ ജീവിതം. വളരെ ചുരുങ്ങിയതാണ് ജീവിതം. നമ്മുടെ ലൈഫിൽ കുറെ ഘട്ടങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. എന്താണ് കരാർ? ഖുർആനിൽ വായിച്ചിട്ടില്ലേ? അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, ഉങ്ങളുണ്ടായിരുന്നു, നമ്മുടെ ഉമ്മമാരും ബാപ്പമാരും അനിയന്മാരും അനിയത്തിമാരും ഉമ്മാമ്മമാരും മുപ്പാപ്പമാരും മൂത്തമ്മയും ഇളയമ്മയും ഇളാപ്പയും മൂത്താപ്പ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും പടച്ചോൻ ചോദിച്ചിട്ടുണ്ട്, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? അതെ, നീ തന്നെയാണ് പടച്ചോനെ ഞങ്ങളുടെ റബ്ബ്. ഷഹീദിനെ ഞങ്ങളത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? അത് നമുക്ക് ആർക്കും അറിയില്ല. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യമാണ് അവനെന്ന് പറയാൻ കഴിയാത്തൊരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നമ്മളൊരു മരമായിരുന്നോ അല്ല, കല്ലായിരുന്നോ അല്ല, ഇലയായിരുന്നോ അല്ല. എന്താണ് നമ്മൾ? ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാൻ പറ്റുന്ന ഒരു സാധനേയായിരുന്നില്ല. ആ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയോ നമ്മൾ കുറേ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര കാലം? അനന്തമായ കാലം, ഒരുപാട് നാള്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഘട്ടത്തിലാണ് നാം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് ഒരു മനുഷ്യക്കോലത്തിൽ സ്വാംശീകരിക്കപ്പെട്ടത്. അവിടെ ചെറിയ കാലഘട്ടം, 9 മാസവും ചില്ലറ ദിവസവും. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാലഘട്ടം. ഏറ്റവും ചെറിയ കാലഘട്ടം ഖുർആന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ ഏറ്റവും ചെറിയ കാലഘട്ടമാണ് ഈ ദുനിയാവിലെ ജീവിതം. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹു പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഏതൊരു രക്ഷ
രക്ഷിതാവിന്റെ കയ്യിലാണോ പ്രപഞ്ചത്തിന്റെ രാജാധികാരം മുഴുവനുമുള്ളത്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങളെ ആക്കി തീർക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ചംക്രമണത്തെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചോൻ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടത്. ഖുർആൻ ക്ഷണിക്കുന്നതും അങ്ങോട്ടേക്കാണ്. അള്ളാനെ ആരാധിക്കണം. എന്തിനു വേണ്ടി ആരാധിക്കണം? വരാൻ പോകുന്ന ജീവിതത്തിന്റെ ഘട്ടങ്ങളെ നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി, വരാൻ പോകുന്ന ജീവിതത്തിന്റെ ഘട്ടങ്ങളെ സുഗമമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഖുർആൻ പറഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഞ്ചരിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യക്തമായ ഒരു മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് മാർഗം? എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന മരണമാകുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. ഇവിടെ നമ്മൾ മരണം കാണാറില്ലേ? മരിച്ചത് കാണാറില്ലേ? എത്രയോ മരണ വീടുകളിൽ നമ്മൾ പോയിരിക്കുന്നു, എത്രയോ മയ്യിത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു, എത്രയോ ഖബർസ്ഥാനുകളിൽ ഖബറടക്കുന്ന സമയം നമ്മൾ ആ ഖബറടക്കത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പല പ്രായത്തിലുള്ളവർ 30, 40, 20, 19, 15, 10, 5. മരണത്തിന് പ്രത്യേക കണക്കൊന്നുമില്ല, പ്രത്യേക സമയമൊന്നുമില്ല. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു ദിവസം മരിക്കൂലേ? മരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാ? ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തായാലും മരിക്കണം. എപ്പോഴാണ് മരിക്കുക? സാധാരണ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. എന്താണ്? ഞാനിങ്ങനെ വലുതായി, ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി, കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞ് വയസ്സായി, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട്, സംസാരമൊക്കെ ഇങ്ങനെ കൊഞ്ഞിപ്പ് വന്നിട്ട് ഇങ്ങനെ വിറച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പോകും. എന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കിടത്തും. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഇങ്ങനെ മക്കളൊക്കെ ചുറ്റും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളൊക്കെ പണ്ടേക്ക് ഇതിനാക്കാണല്ലോ. കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഉമ്മാമാൻ്റെ ഉപ്പാപ്പാൻ്റെ ഒക്കെ മരണം കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അള്ളാഹു നമുക്ക് എഴുതിയ മരണം എവിടെയാണ്? ദുനിയാവിൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾ മരിക്കുക? അറിയില്ല. ആർക്കും പറയാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മക്കളെ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ മരണത്തിന്റെ സമയത്ത് ഒരൊറ്റ വാക്ക് പറയണം. ഏതാണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരൊറ്റ വാക്ക് എത്ര എളുപ്പമാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചുണ്ടുവരാനങ്ങില്ല. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നോക്ക്. എല്ലാവരും ഒന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ടനങ്ങില്ല, നാവ് മാത്രം. നാവിന് ഏറ്റവും എളുപ്പമുള്ളൊരു ദിക്റാണ്. വേറൊരു ദിക്ർ അങ്ങനെയില്ല. സുബ്ഹാനല്ലാഹ് ചുണ്ടനങ്ങും, അൽഹംദുലില്ലാ ചുണ്ടടങ്ങും, അല്ലാഹു അക്ബർ ചുണ്ടനങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ചുണ്ടിന്റെ ആവശ്യമില്ല, നാവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കലിമ പറയാൻ മരണത്തിന്റെ സമയത്ത് നമുക്കത് പറയണമെങ്കിൽ നാം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്, ഒരുപാട് പ്രയാസപ്പെടേണ്ടതുണ്ട്. നമ്മൾ സാധാരണ മരിക്കുന്നൊരു രംഗം കാണുമ്പോൾ നമ്മൾ കാണല് സാധാരണ ഓക്സിജനൊക്കെ കൊടുത്ത് ട്രിപ്പൊക്കെ കയറ്റി കുറേ മരുന്നൊക്കെ കൊടുത്ത് ഓക്സിജൻ ഇങ്ങനെ ഡിപ്പായി മരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് സാധാരണ. പക്ഷേ അവർ കാണുന്ന ചില അവസ്ഥകളുണ്ട്, ചില സംഭവ വികാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. വലഖദ കശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ആ ദിവസം നമ്മുടെ കാഴ്ച വളരെ മൂർച്ചയുള്ളതായിരിക്കും, എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമുക്ക് എല്ലാ സംഗതികളും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ചുറ്റിലും മലക്കുകളുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. നമ്മെ സദാ അള്ളാഹുവിന്റെ കൽപ്പനയാൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മെ വസ്വാസാക്കിക്കൊണ്ടിരിക്കുന്ന പിശാചുക്കൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാണാൻ പറ്റാത്തത്? ഒരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
പിശാചുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രപഞ്ചത്തിൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കേൾവികളും ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. ആ മറയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ കൺമുന്നിൽ നീക്കും. നമുക്കെല്ലാം കാണാൻ കഴിയും, എല്ലാം കേൾക്കാൻ കഴിയും. മലക്കുകളെ അന്ന് നമുക്ക് കാണാൻ കഴിയും. മലക്കുകളുടെ സംസാരങ്ങൾ അന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അവർ പറയുന്നത്, അവരുടെ അടി നമുക്ക് കൊള്ളാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. കാരണം നമ്മളെന്ന വ്യക്തി പുതിയൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. ആ ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മുടെ മരണത്തിന്റെ ശയ്യ. എപ്പോഴാണത് സംഭവിക്കുക അറിയില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും. നിങ്ങൾക്ക് പ്രായപൂർത്തി അറിയിച്ച ആ ദിവസം തൊട്ട് നിങ്ങളുടെ അക്കൗണ്ട് ചാലുവായിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന ഒരു പോടാന്നുള്ള വർത്താനാണെങ്കിലും എന്ത് ചെറിയ വാക്കുകളാണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഒരു വാക്ക് വിട്ടുപോകുന്നില്ല. നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും മുഴുവൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എവിടം വരെ? നമ്മുടെ മരണം സംഭവിക്കുന്ന ആ ദിവസം വരെ. ആ കർമ്മങ്ങൾ, ആ രേഖകളാണ് നമ്മുടെ മരണത്തിന്റെ അവസ്ഥയെ നിർണയിക്കുക. ആ രേഖകളിൽ നാം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ മരണം. ആ മരണത്തിന്റെ സമയത്ത് കാണുന്ന ചില കാഴ്ചകൾ ബുഖാരിയുടെ ഒരു നീണ്ട ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ ഹദീസ്? ഒരു മനുഷ്യൻ മരിക്കാൻ ഇങ്ങനെ കിടക്കാൻ, അയാളുടെ മരണം സുനിശ്ചിതമായി. ഒരാൾക്ക് മരണം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവധി വന്നെത്തിയാൽ പിന്നെ ഒരു തുമ്പ് പോലും നെട്ടിക്കൊടുക്കൂല. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഏത് ഡോക്ടർ നോക്കിയിട്ടും കാര്യമില്ല, എത്ര ഓക്സിജൻ വെച്ചിട്ടും കാര്യമില്ല, ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല, ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും കാര്യമില്ല. അവൻ മരിച്ചിരിക്കും, അതിനൊരു സംശയമില്ല. എത്ര ശ്രമിച്ചാലും മരിച്ചിരിക്കും. അങ്ങനെ മരണം സുനിശ്ചിതമായ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ, അവന്റെ സംസാരം മുട്ടിക്കഴിഞ്ഞാൽ, ചുറ്റുമുള്ളവരോടുള്ള സംസാരം തീർന്നു, ഇനിയൊന്നും പറയാനില്ല, എല്ലാം അവസാനിച്ചു. ആ സമയം ഈ ലോകത്തുള്ള കാഴ്ചകൾ അവന്റെ കൺമുന്നിൽ നിന്നും എല്ലാം മറയാൻ തുടങ്ങും. ദുനിയാവ് മറയാൻ തുടങ്ങും കൺമുന്നിൽ നിന്ന്. പിന്നെ എന്താണ് തെളിയാൻ തുടങ്ങുക? കണ്ണെത്താ ദൂരത്തോളം എവിടം വരെ അവന്റെ കാഴ്ച എത്തുമോ അവിടം വരെ അള്ളാഹുവിന്റെ മലക്കുകൾ അങ്ങനെ ഇരിക്കുന്നതായി അവന് കാണാൻ കഴിയും. ആ കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്ക്. എവിടം വരെ അവന് ദർശിക്കാൻ പറ്റുമോ അവിടം വരെ റബ്ബിന്റെ മലക്കുകൾ. അങ്ങനെ ഇരിക്കുന്ന മലക്കുകളിൽ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് റഹ്മത്തിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. രണ്ടാമത്തത് അദാബിന്റെ ഡിപ്പാർട്ട്മെന്റ്. അദാബിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള മലക്കുകളുടെ പ്രത്യേകതയെ കുറിച്ച് ഹദീസുകൾ പറയുന്നു. അവർ പരുക്കന്മാരായിരിക്കും, അവരെ കണ്ട പേടിയാവും, ബേജാറാവും. അവർ വരിക നരകത്തിലെ കമ്പിളി പുതപ്പുകൾ, കരിമ്പടങ്ങൾ കൊണ്ടായിരിക്കും, നരകത്തിലെ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടായിരിക്കും അവർ വരിക. ഈ രംഗം കണ്ടിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ബേജാറായി പേടിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വരും. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇവന്റെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, അല്ലയോ വൃത്തികെട്ടവനെ. അവളിന്റെ ഒരു ഭീകരത ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലയോ വൃത്തികെട്ടവനെ, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, അല്ലയോ വൃത്തികെട്ടവനെ, വൃത്തികെട്ടവളെ. ഇത് യാത്രക്കുള്ള സമയമാണ്. നിന്റെ തോന്നിവാസങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിന്റെ വൃത്തികേടുകളും പാപകർമ്മങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി പോകാനുള്ള സമയമാണ്. പശ്ചാത്തപിക്കാൻ നിനക്ക് മനസ്സുണ്ടായിട്ടില്ലല്ലോ, ഇനിയൊട്ട് നിനക്ക് പശ്ചാത്തപിക്കാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വിളിക്കുമെന്നാണ് ഹദീസിൽ നമുക്ക് കാണാം. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അന്ന് നമുക്ക് കേൾക്കാൻ പറ്റും, ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചെവി കൂർപ്പിച്ചാലും ആ മലക്കുൽ മൗത്തിന്റെ ശബ്ദം കേൾക്കാനോ അദ്ദേഹത്തെ കാണാനോ നമുക്ക് കഴിയില്ല. കാരണം അള്ളാഹു നമ്മുടെ ചെവിക്കും കണ്ണിനും മറയിട്ടിട്ടുണ്ട്. പക്ഷേ ആ ദിവസം നമ്മുടെ മറയെല്ലാം നീക്കി നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ. നമ്മുടെ റൂഹ്, ആത്മാവ് ശരീരത്തിന്റെ അകത്തേക്ക് ചുരുങ്ങുമെന്നാണ്, വലിഞ്ഞുകൂടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ.
അതിക്രമകാരികളായ മനുഷ്യരുടെ മരണത്തിന്റെ സന്ദർഭം റസൂലെ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ അവരുടെ റൂഹിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഇടിക്കുകയും മടിക്കുകയും കൈനീട്ടുകയും ആക്രോശിക്കുകയും വൃത്തികെട്ടവനെ എന്ന് അഭിസംബോധന ചെയ്യുകയും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം ഹീനമായ ശിക്ഷയുടെ ദിവസമാണെന്ന് അവർ പറയുകയും ചെയ്യുന്ന സന്ദർഭം റസൂലെ താങ്കൾ കാണുകയാണെങ്കിൽ അവസാനം ആ മലക്കുകൾ എന്തിനു വേണ്ടിയാണോ വന്നത് ആ കാര്യം അവർ നിർവഹിക്കും. ആ റൂഹിനെയുമായി അവർ ആകാശ ലോകത്തേക്ക് പുറപ്പെടും. ആ സമയം ആ റൂഹും കൊണ്ടുപോകുന്ന വഴിയിലുള്ള മലക്കുകൾ മുഴുവൻ ഈ റൂഹിനെ, ഈ ആത്മാവിനെ ശപിച്ചുകൊണ്ടിരിക്കും. ആരാണെന്ന് ചോദിക്കും, ആരെയാണ് ഈ പിടിച്ചുകൊണ്ടുപോകുന്നത്? അപ്പൊ എന്താ പറയാ, നമ്മുടെ പേര് കൂട്ടിയിട്ട് മുജീബ് IAS അല്ലെങ്കിൽ അജ്മൽ IPS MBBS ഇതൊന്നല്ല പറയാ. പിന്നെന്താ പറയാ, നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് കേൾക്കാൻ ഏറ്റവും വെറുപ്പുള്ളൊരു പേര് നമുക്കുണ്ടാവൂലേ, ആ പേര് വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വെറുപ്പുള്ള പേര്, ആ പേര് വെച്ചിട്ട് നമുക്ക് നമ്മളെ മറ്റുള്ള മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ആകാശത്തേക്ക് പോകും. എല്ലാ ആളുകളും മരിച്ചാൽ ആകാശത്തേക്ക് പോകും. ആകാശത്തേക്ക് പോയിട്ട് ആകാശത്തിന്റെ കാവൽ മലക്കുകളോട് ചോദിക്കും പ്രവേശനാനുമതി. ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ കൊട്ടിയടക്കപ്പെടും. ആകാശത്തുള്ള മലക്കുകൾ മുഴുവൻ ഈ മനുഷ്യനെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നതാണ്. ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വേറെ ചില ആളുകൾ, ജീവിതത്തിൽ കൃത്യമായ നിഷ്ഠയുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയന്ന ആളുകൾ, ആ ആളുകളെ എന്താണ് പറയാ, എതിർച്ചേരിയുള്ളവർ നഫ്സുൽ ഖബീത്ത് എന്നാണ് പറയുക. ഈ ആളുകൾ എന്താ പറയാ, നഫ്സു ത്വയ്യിബ് എന്നാണ് പറയുക. ആ നഫ്സു ത്വയ്യിബ് മരിക്കാൻ കിടക്കുമ്പോൾ അയാളും കാണും കണ്ണെത്താ ദൂരത്തോളം മലക്കുകൾ. പക്ഷേ ആ മലക്കുകളുടെ ഡിപ്പാർട്ട്മെന്റ് പറയാണ്. ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ്? റഹ്മത്തിന്റെ മലക്കുകളാണത്. ആ റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവരെ കാണുമ്പോൾ തന്നെ ഹൃദയത്തിൽ ആശ്വാസമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അവർ പുഞ്ചിരിക്കുകയാണ്. അവർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്നുള്ള കഫൻപുടവയുമായിട്ടാണ്, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ്. ഒരു പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നത് പോലെ, ഒരു രാജാവിനെ കൊണ്ടുപോകുന്നത് പോലെ അനുഗ്രഹത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. അവരതിന് കാത്തിരിക്കുകയാണ്. അവസാനം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വരും. അദ്ദേഹം ഈ നഫ്സിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? അസ്സലാമു അലൈക. എന്നിട്ട് ഈ മലക്കുകൾ സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് ആത്മാവിനുമായി നടത്തുന്ന ആ യാത്രയാണ് ഏറ്റവും വലിയ ടൂറ്. ആ യാത്രയാണ് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ട്രിപ്പ്. പുതിയ ലോകം നമ്മൾ കാണാൻ അതിന്റെ ചെറിയ ബേജാറും വെപ്രാണവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ട എന്ന് കരുതി മലക്കുകൾ പറയുന്ന വേറെ വാക്കുകൂടിയുണ്ട്. എന്തറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും ജീവിതത്തിൽ നേർക്കുനേരെ നിലകൊള്ളുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ, അതാ റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് അല്ലാ തഖാഫു, ഇന്നുവരെ കാണാത്ത കാഴ്ചയാണ്, മലക്കുകളെ കാണുകയാണ്. ഇന്നുവരെ പോകാത്ത ആകാശ ലോകത്തേക്ക് യാത്ര പോകുകയാണ്. ആവശ്യമില്ല. അല്ലാത്തോ ആ വേർപാടിൽ നീ ദുഃഖിക്കുകയും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. നിനക്ക് പകരം തരാൻ പോകുന്നത് എന്താണ്? നിനക്കെല്ലാം കൊണ്ടും തൃപ്തി അടയുന്ന സ്വർഗത്തിലേക്കാണ് നീ പകരം പോകേണ്ടത്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒരു സങ്കടവും വേണ്ട എന്ന് ഈ യാത്രയിലുടനീളം മലക്കുകൾ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, സമാശ്വസിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ട്രിപ്പ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ടൂർ അതാണ്, ഏറ്റവും സന്തോഷകരമായ. അങ്ങനെ ആകാശ ലോകത്തെത്തിയാൽ എന്താണ് അവസ്ഥ? പറാവുകാരോട് ചോദിക്കും, അനുമതി ചോദിക്കും. അവർ ചോദിക്കും ആരാണ്? എന്നാൽ ഇന്ന മനുഷ്യനാണ്. ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടും. പക്ഷെ നേരെ മറിച്ച് അവിശ്വാസികളുടെ അവസ്ഥ എന്താണ്? ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച ആളുകൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടുകയില്ല.
വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ചെറിയ സൂചിയുടെ തുളയില്ലേ, ആ തുളയിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണ് ഈ ആളുകൾക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക എന്നത്. പക്ഷെ നേരെ മറിച്ച് ഈ മനുഷ്യൻ ആകാശത്തേക്ക് എത്തുമ്പോൾ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുന്നു. അവിടെ 7ാമത്തെ ആകാശം വരെ ഈ റൂഹുമായി മലക്കുകൾ യാത്ര ചെയ്യുമെന്നാണ്. 7ാമത്തെ ആകാശത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബ അബ്ദി ഫി കിതാബിൽ ഇല്ലീയീൻ, എൻ്റെ അടിമയുടെ കിതാബ് ഗ്രന്ഥം ഇല്ലീയൂനിൽ രേഖപ്പെടുത്തി വെക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ആ ഒരു മരണത്തിന് വേണ്ടി നമ്മൾ കൊതിക്കണം, ആഗ്രഹിക്കണം. മരണത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും നൽകും, ദില്ലത്തും നൽകും, രണ്ടും നൽകും. ഇസ്സത്ത് എങ്ങനെയാണ് നൽകുക? മരണത്തിന്റെ സമയത്ത് ഇസ്സത്ത് എങ്ങനെയാണ് നൽകുക? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ സമയത്ത് അല്ലാഹു നൽകിയ ഇസ്സത്ത് ചെറുതൊന്നുമല്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് ചുമക്കാൻ വേണ്ടിയിട്ട്. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ച ഉടനെ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെട്ടു. അവിടെ പോയി അനുമതി ചോദിക്കേണ്ടി വന്നിട്ടില്ല. ആകാശത്തിന്റെ വാതിൽ മുഴുവനും തുറക്കപ്പെട്ടു. അല്ലാഹുവിന്റെ അർശ് ഉറച്ചു. ഇത്രയും വലിയ ബഹുമതി മരണത്തിന്റെ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബഹുമതി കിട്ടി മരിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങേണ്ടത്. ഖുർആനിന്റെ അധ്യാപനം മുഴുവൻ അതിനാണ്. മരിക്കുന്ന സമയം നല്ല രീതിയിൽ മരിക്കാൻ നമുക്ക് കഴിയണം. നല്ലൊരു ആഖിബത്ത് നമുക്ക് കിട്ടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറഞ്ഞുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ അവസാനത്തെ യാത്ര പോകാൻ നമുക്ക് കഴിയണം. ഖബറിൽ സുഖമായി ഖിയാമത്ത് നാൾ വരെ ഉറങ്ങാൻ നമുക്ക് കഴിയണം. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം കൈകാലുകളിൽ പ്രകാശമുണ്ടാകുന്ന, മുഖം പ്രകാശിക്കുന്ന, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. ഗ്രന്ഥം നൽകപ്പെടുന്ന സമയത്ത് 2 രീതിയിലാണ് ഗ്രന്ഥം നൽകപ്പെടുക. ഒന്നാമത്തെ രീതി ഏതാണ്? മുന്നിലൂടെ നമ്മുടെ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടും. 2ാമത്തെ രീതി ഏതാണ്? പിറകിലൂടെ നമ്മുടെ ഇടത് കൈയിലേക്ക് നൽകപ്പെടും. ഈ 2 ഗ്രന്ഥങ്ങളും 2 രീതികളും നമ്മുടെ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ രീതിയിൽ നൽകപ്പെട്ട ആളുകൾ അവരെന്താണ് പറയാ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖറഉ കിതാബിയ, ഹാ ഉഖറഉ കിതാബിയ. വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, ആ ആളുകൾ എന്താ പറയാ? ഹാ, ഖുർആൻ പറഞ്ഞാണ്, സൂറത്തുൽ ഹാഖയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പാണത്, സമാശ്വാസത്തിന്റെ വചനങ്ങളാണ്. അവർ പറയും ഉഖറഉ കിതാബിയ, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് അവരത് വായിക്കാൻ പറയുന്നതെന്നറിയോ? നമുക്ക് നമ്മുടെ മൊബൈൽ ഒരു ലോക്കും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ മേശപ്പുറത്ത് വെച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഇതാ ചെക്ക് ചെയ്തോ എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് കള്ളത്തരം ഇല്ലാണ്ടിരിക്കണം. ഇനി ഇപ്പം അത് പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഏത് കുട്ടിയോട് ചോദിച്ചാലും എന്നാ നോക്കിക്കോ, ഖിയാമെന്ന ആൾ വരെ തപ്പിയാൽ ഒന്നും കാണാൻ കഴിയൂല. പക്ഷെ ഉണ്ടാവേണ്ടതൊക്കെ അതിലുണ്ടാവും ചെയ്യും, ഒരു കുറവുണ്ടാവില്ല. ഇപ്പം ഞാൻ മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നല്ല, ഒരു 10-22 വയസ്സുള്ള കുട്ടി വന്നിട്ട് പറഞ്ഞു തൗബ ചെയ്യും, പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റൂല, പിന്നെയും കാണും. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അതിപ്പോൾ ഞാൻ നന്നായിട്ട് മൊത്തം ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കൊണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു നിന്റെ ഫോൺ നോക്കട്ടെ. അപ്പോൾ നമുക്ക് പൊതുവേ ഈ ടെക്നോളജിയിൽ കുറച്ച് ജാഹിലാണ്. നമ്മൾ തുറന്നിട്ട് എന്താണ് നോക്കുക? ഗാലറി നോക്കും, അതിൻ്റെ ഉള്ളിലുള്ള ഫയലുകളൊക്കെ നോക്കും, അതൊക്കെ തപ്പി ഒന്നും കാണുന്നില്ല. അവിടെ ചോദിച്ചു, അപ്പോൾ നീ ഇത് എവിടെയാണ്? ഇതിലൊന്നും കാണുന്നില്ലല്ലോ, ഇതൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓൻ ഇങ്ങോട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്തോ 2 അക്കങ്ങൾ ഇങ്ങനെ കൂട്ടിയപ്പോൾ അതൊരു ഫോൾഡർ തുറന്നിരുന്നതിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. രക്ഷിതാക്കളെ കുറച്ചെങ്കിലും ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളെ മോന് വലിയ ഫഖർ പറയണ്ട, എൻ്റെ മോൻ്റെ ഫോണിൽ ഒരു ലോക്ക് വരില്ല പറയണ്ട. വാട്സപ്പ് തന്നെ 2 ഉണ്ടാവും. ഒരു വാട്സപ്പേ കാണും, വേറെ വാട്സപ്പ് ഹൈഡായിരിക്കും. അത് മറ്റേ ഇതൊക്കെ പാസ്വേഡൊക്കെ അടിച്ചാലേ തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ സംഗതികളുണ്ട്. പക്ഷേ നല്ല ടെക്നിക്കലി നല്ല വിവരമുള്ള അഡ്വാൻസ്ഡ് ആയ അയാൾ നമുക്കറിയാം, അയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് മൊത്തം ചുള്ളി പുറത്തേക്ക് എടുക്കാൻ കഴിയും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഫോണ് ചോദിക്കുമ്പോൾ ആ ഫോണ് ഒരു പ്രശ്നമില്ലാതെ അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സംഭവം
സംഭവമാണ്, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു ഫോൺ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് മാഷറയിൽ സംഭവിക്കുക. കാരണം മാഷറയിൽ ഒരാൾ ആ ഗ്രന്ഥം കൊണ്ട് നമ്മുടെ അടുത്തെല്ലാം ആളുണ്ടാവും. അവർ വന്നിട്ട് പറയും ഉഖ്റഉ കിതാബിയ, ഉഖ്റഉ കിതാബിയ, എൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചോ. കാരണം ആ ഗ്രന്ഥം മറിച്ച് നോക്കുമ്പോൾ എന്താണ്? നോമ്പ്, നിസ്കാരം, ദാനധർമ്മങ്ങൾ. ഇവൻ എൻ്റെ കൂടെയാണല്ലോ പടച്ചവൻ ഉണ്ടായിരുന്നത്. ഇവൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവൻ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ. അവരുടെ കർമ്മങ്ങൾ അവർ പരമാവധി മറച്ചു വെക്കും, രഹസ്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യും. മാശറയുടെ മൈതാനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വലിയ ദർജയിലെത്തുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ മൂക്കത്ത് വിരൽ വെക്കും, പടച്ചോൻ ഇവൻ എപ്പോൾ ഇതൊക്കെ ചെയ്തു. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ ഒരാളായി മാറാൻ നമുക്ക് കഴിയണം. എന്നാൽ നമ്മുടെ ഗ്രന്ഥം സധൈര്യം നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ ഇതാ എൻ്റെ ഗ്രന്ഥം, നീ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ആശ്വസിക്കുന്ന സന്തോഷിക്കുന്ന ആ രംഗമുണ്ടല്ലോ, അതൊരു വല്ലാത്ത രംഗമാണ്. എന്നാൽ ചില ആളുകൾക്ക് ഗ്രന്ഥം കിട്ടും, എന്തൊരു വൃത്തികെട്ട ഗ്രന്ഥാണിത്, ഇതെനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ചെറുതും വലുതുമായ ഒരു കാര്യവും പടച്ചോനെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ ആകെ ബേജാറും വക്രാണവും പിടിച്ച് മാശറയിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായത്തിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന സമയം വളരെ സെലക്റ്റീവ് ആയിരിക്കണം. എല്ലാവരോടും ചങ്ങാത്തം കൂടാ എന്നുള്ളതല്ല, ഒരിക്കലും പാടില്ല. കാരണം ആരുടെ കൂടെയാണോ ഈ ദുനിയാവിൽ നിങ്ങൾ മനസ്സാ ഉള്ളത് അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് മാശറയിൽ നിങ്ങൾ ഉണ്ടാവുക. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിൽ, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ്. അധിക ചങ്ങാതിമാരുടെയും അവസ്ഥ എന്താണ്? ഒരു 5 ചങ്ങാതിക്കൂട്ടം, 5 ആളടങ്ങുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ചങ്ങാതി കൂട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ സിഗരറ്റ് വലിക്കില്ലെന്ന് വിചാരിക്കുക, ഓന് സിഗരറ്റ് ഈ 4 ആൾ ഓഫർ ചെയ്യും, നീ ഒന്ന് വലിച്ചോ, നമ്മൾ വാങ്ങിച്ചുതരാം. ഓൻ സിനിമക്ക് പോലാന്ന് വിചാരിക്കുക, ഓനെ സിനിമക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ഈ 4 ആളും തയ്യാറായിരിക്കും. അതുപോലെ തന്നെ കള്ളു കുടിക്കാത്തവരാണെങ്കിൽ, ബാക്കിയുള്ളവർ കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ ഓന് ഫ്രീ ആയിട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇവർ തയ്യാറായിരിക്കും. പക്ഷേ ഇതേ ചങ്ങാതിക്ക് സ്കൂളിൽ ഫീസ് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മടിയായിരിക്കും. കൂട്ടുകാരധികവും തിന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരാണ് ഈ പ്രായത്തിൽ ഉണ്ടാവുക. അതിന്റെ ഒരു ഖേദം മാശറയിൽ വെച്ച് ചില ആളുകൾ പ്രകടിപ്പിക്കാൻ എന്തറിയോ? യാ വൈലത അലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഞാൻ ഇവൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ദിവസം. എന്നിട്ട് എന്താ പറയാ? എനിക്ക് വ്യക്തത വന്നു കിട്ടിയതിന് ശേഷവും ഇവനാണ് എന്നെ തെറ്റിച്ചു കളഞ്ഞത്, ഇവനാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് വിലപിക്കുന്ന ചില ആളുകൾ. നമ്മുടെ ചങ്ങാതിമാർ നമ്മുടെ നേട്ടങ്ങളെക്കാൾ അവർക്ക് ഇഷ്ടം കോട്ടങ്ങളായിരിക്കും. അത് നമ്മളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, അവരുടെ കൂടെ എന്നുണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്കൂളിൽ റാങ്ക് കിട്ടുന്നതായിരിക്കുക, നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എന്താ പറയാ? മാഷാ അല്ലാ, അഭിമാനമുണ്ട് മോനെ ഉപ്പാക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായാല്. ഉമ്മ എന്താണ് പറയാ? ഉമ്മ നെറ്റിയിൽ ഒരു മുത്തൊക്കെ തന്നിട്ട് ചിലപ്പോൾ കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് എൻ്റെ മോൻ ഇനിയും നന്നായി വരും, ഉമ്മാക്ക് അറിയായിരുന്നു എനിക്ക് ഇതൊക്കെ കിട്ടുന്നു. ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടനും കൈ തരും, നീ ഉഷാറാടാ, നീ സംഭവം എന്ന് പറയും. എല്ലാവരും അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക. എന്നാൽ ചങ്ക് ബ്രോനോട് പറഞ്ഞാൽ എന്താ പറയാ? ഓക്കെ, നീ പറ്റിച്ചല്ലേ, നീ നമ്മളപ്പോൾ കളിച്ച് നടന്നിട്ട് നീ ആരും കാണാണ്ട് പഠിച്ചല്ലേ, കാണിച്ചരാം. ഓന് ദേഷ്യം പിടിക്കും. കാരണം എന്താണ്? ഓൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളും ആവണം എന്നാണ് ഓരോ കൂട്ടുകാരൻ ആഗ്രഹിക്കുക, ഓരോ ചങ്ങാതി ആഗ്രഹിക്കുക. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികൾ, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, അവരെ നമ്മുടെ കൂട്ടുകാരായി സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവരൊരു ചെക്കായിരിക്കും, എപ്പോഴും അവരൊരു ഒരു ഒരു പരിശോധനയായിരിക്കും. ചങ്ങാതി നന്നായാൽ കണ്ണാടി കൊണ്ടാന്ന് പറഞ്ഞല്ലേ. ഒരു പെണ്ണിനെ കണ്ട് അല്ലെങ്കിൽ ആണിനെ കണ്ടിട്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരോടെ പോയിട്ട് പറയാ? ഉപ്പാനോട് പോയിട്ട് പറയോ? അപ്പൊ ഇന്ന പെണ്ണിനൊക്കെ ഇഷ്ടം അടിച്ച് മോന്ത കൊടുക്കും, ആരും പറയൂല. ഉമ്മാനോട് പോയിട്ട് പറയോ? അല്ലെങ്കിൽ ഏട്ടനോട് അനിയനോട് പോയിട്ട് പറയാ? ആരോടും പറയില്ലല്ലോ. ആരോടെ പോയിട്ട് പറയാ? ചങ്ക് ബ്രോനോടാണ് പറയാ, ചങ്കത്തിനോടാണ് പറയാ. എന്താണ് പറയാ? ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ഓനെന്താണ്? അധിക ചങ്ക് ബ്രോ എന്താ പറയാ? നീ പോയി പറയാടാ, ഞാനില്ലേ, നീ പറ, അല്ലെങ്കിൽ നീ ഒരു മെസ്സേജ് അയക്ക്, എന്തിനാ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുക്കുക ചെയ്യുക. അധിക ചങ്കത്തിയും ചങ്ക് ബ്രോകളും. അതുകൊണ്ട് ഈ ചങ്കത്തിനെയും ചങ്ക് ബ്രോകളെയും നമ്മൾ സ്വീകരിക്കുന്ന സമയം വളരെയധികം സെലക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്.
നാളെ മാശറയിൽ വെച്ച് നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അനുജന്മാരോടും അനുജത്തിമാരോടും പറയാനുള്ളത്, ഖുർആൻ ക്ഷണിക്കുന്നത് നല്ല പര്യവസാനത്തിലേക്കാണ്, നല്ല ഖബർ ജീവിതത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, സുഖാനുഗ്രഹത്തിലേക്കാണ്. അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് നോ വേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാടിനും കുടുംബത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടാവുന്ന ഉപകാരപ്രദമാവുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.